ഐഡൻറ്റിറ്റി കുഴപ്പമില്ല. ത്രില്ലിംഗ് പടം തന്നെ, ഇൻട്രസ്റ്റിംഗ് ഉണ്ട്. നന്നായിരുന്നു. കുഴപ്പമില്ല, കണ്ടോണ്ടി കുഴപ്പമില്ല. കുഴപ്പമില്ല. എനിക്ക് അങ്ങനെ അഭിപ്രായം പറയാൻ പറ്റില്ല. കണ്ടോണ്ടി കൊള്ളായിരുന്നു. ത്രില്ലർ ഭയങ്കര വൺ ടൈം വാച്ചബിളാണ്. കഥ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി, അങ്ങനെ കണക്റ്റ് ആകാൻ പറ്റിയില്ല പെട്ടെന്ന്. പക്ഷേ കുഴപ്പമില്ല, ലാസ്റ്റ് ക്ലൈമാക്സ് ആ ഫൈറ്റ് സീനൊക്കെ നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, കൊള്ളാം. നല്ല പടം. ധൈര്യം കുറച്ച് കൂടി പോട്ടെ, ദൃശ്യം കുറച്ച് കൂടുതലാണ്. ബൈക്ക് കുഴപ്പമില്ല. ത്രില്ലറാണ്. ലാസ്റ്റ് അത്രയും കുഴപ്പമില്ല. കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ബാക്കിയുള്ളവരെ കേസ് പറയാൻ പറ്റത്തില്ല. എന്നാലും കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. കൊള്ളാം. പടം ഇഷ്ടപ്പെട്ടു. കൊള്ളാം. നല്ല കുഴപ്പമില്ല, നല്ലതായിട്ട് തോന്നി. എന്തോ അഭിനയം ടോവിന് ഇഷ്ടം, എനിക്ക് അതുകൊണ്ട് കൊള്ളാം. ത്രില്ലിംഗ് ആണ്, കണ്ടോണ്ടിരിക്കാം. കൊള്ളാം, നല്ലൊരു പടമായിരുന്നു. എന്താണ് കുഴപ്പമില്ല, നല്ല മൂവിയായിരുന്നു. നല്ല ആക്ടിങ് ആയിരുന്നു ടോവിനോ. നല്ല സസ്പെൻസാണ്, കൊള്ളാം. ത്രില്ലറാണ്, കുറേ ട്വിസ്റ്റ് ഉണ്ട്. പടം കുഴപ്പമില്ലായിരുന്നു, കൊള്ളാം. നല്ല ട്വിസ്റ്റ് ഉണ്ട്, കുറേയൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എലമെൻസ് ഒക്കെ ഉണ്ട്. ബട്ട് ഇൻട്രസ്റ്റിംഗ് ആണ്, കൊള്ളാം. മസ്റ്റ് വാച്ച് മൂവിയാണ്. ടൊവിനോയുടെ ക്ലിയർ കട്ട് നല്ല അഭിനയമായിരുന്നു, നല്ല കിഡ്ലൻ ഷോ ആയിരുന്നു. ഇഷ്ടമാവും എല്ലാവർക്കും. നല്ല ക്ലീൻ ഫിലിം, വളരെ നന്നായിട്ടുണ്ട്. ഒന്നും നെഗറ്റീവ് പറയാനില്ല. ടോവിനോ എല്ലാം വളരെ സസ്പെൻസ് നിറഞ്ഞത് ത്രില്ലർ. എല്ലാം നന്നായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് നല്ലതായിരുന്നു. സെക്കൻഡ് ഹാഫ് ആക്ച്വലി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തോന്നി. ബട്ട് ലൈക്ക് ടൊവിനോൻ്റെ ഒരു ലൈക്ക് ഫോറൻസിക് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യണ്ട. ബട്ട് തിയേറ്റർ എക്സ്പീരിയൻസിന് കൊള്ളാം. എടുത്ത് പറയത്തക്ക ലൈക്ക് ട്വിസ്റ്റ് ഉണ്ട്. ലൈക്ക് ചില കാര്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് തൃഷ ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല, ലൈക്ക് കൊള്ളാം. യു ക്യാൻ കം ആൻഡ് വാച്ച് ഇറ്റ്. 2.5 മണിക്കൂർ ത്രില്ലടിച്ചിരിക്കാനില്ല. ബട്ട് ലൈക്ക് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വേണ്ടായിരുന്നു എന്ന് തോന്നില്ല, അങ്ങനെ ഒരു പടം. എല്ലാം കൊള്ളാം. കൊള്ളായിരുന്നു. നല്ല പടമാണ്, നല്ല ആക്ഷൻ പടമാണ്. നല്ലതായിട്ടുണ്ട്. നല്ല സിനിമയായിരുന്നു. നന്നായിരുന്നു. ടോവിനോ നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ദൃശ്യം നന്നായിരുന്നു. കുഴപ്പമില്ല, ടെക്നിക്കലി പ്ലീസിംഗ് ആണ്. ഫസ്റ്റ് ഹാഫ് ലേശം ലാഗായോ. നല്ല പടം. നല്ലൊരു ആക്ഷൻ ഓറിയൻറ്റഡ് മൂവിയാണ്. എല്ലാം കൊണ്ടും കൊള്ളാം. നല്ല പടം. ടോവിനോ സൂപ്പറാണ്. ഇഷ്ടപ്പെട്ടു. ടോവിനോ അടിപൊളി. അല്ല, പടം ടോട്ടലി കുഴപ്പമൊന്നുമില്ല. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഓക്കെ, സൂപ്പർ പടമായിരുന്നു. 2025 തുടങ്ങിയിട്ട് ആക്ച്വലി നല്ല പടമായിരുന്നു. ട്രീറ്റ് ആയിരുന്നു. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. നല്ല കിടിലൻ പടമായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സിനിമാറ്റോഗ്രാഫിയൊക്കെ അടിപൊളിയായിരുന്നു. ന്യൂ ഇയർ ആയിട്ട് നല്ല അടിപൊളി. ആദ്യത്തെ ഫസ്റ്റ് സ്ക്രീൻ നല്ലതായിരുന്നു. ഇഷ്ടപ്പെട്ട നല്ല ത്രില്ലറാണ്. നമ്മൾ ശ്രദ്ധിച്ചിരുന്നാലേ കുറച്ചൊക്കെ മനസ്സിലാവും. നല്ല ടിസ്റ്റും എല്ലാം ഉണ്ടാവും. ശ്രദ്ധിച്ചിരിക്കണം. ഫുള്ള് കിഷ്കിന്ന കണ്ടം പോലെ നല്ല ശ്രദ്ധിച്ചിരിക്കണം. അല്ല നല്ലതായിരുന്നു, കൊള്ളായിരുന്നു. ട്രെയിലറിൽ കണ്ടതിനെ കാട്ടിയും ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയായിരുന്നു. അഭിനയം കൊള്ളായിരുന്നു. ടൊവിനോ കിടുക്കി കളഞ്ഞു. പിന്നെ എല്ലാം കൊണ്ടും കൊള്ളാം. സ്റ്റോറി കുറച്ചുകൂടെ ഓക്കെ ആക്കാനുണ്ട്, എന്നാലും കൊള്ളായിരുന്നു. നല്ല സ്റ്റോറി. ഓക്കെ, നല്ല പടമായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കൂടുതൽ പല ട്വിസ്റ്റുകളുണ്ടായിരുന്നു കഥകൾ. ആദ്യം തൊട്ട് നമുക്ക് ആക്ച്വലി മനസ്സിലാവാത്ത കാര്യങ്ങൾ പിന്നെ സിനിമ വന്ന് പിന്നെ മനസ്സിലാവും അവസാനം ഇതായിരുന്നു നടന്നതെന്നൊക്കെ. ആക്ച്വലി ലാഗൊന്നുമില്ലായിരുന്നു. നമ്മളെ എൻ്റർടൈനിങ് ചെയ്യാൻ എല്ലാം പോയിരുന്നു.
നമ്മൾ ഓരോ സമയം നമ്മൾ ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ലാഗൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഫുൾ നമ്മൾ കോൺഷ്യസ് നോക്കിയോണ്ട് ഒരവിടെ മാറിക്കഴിഞ്ഞാൽ ഒന്ന് മിസ്സായി പോയി കഴിഞ്ഞാൽ കഥ മൊത്തം മനസ്സിലാവാൻ ഭയങ്കര പാട്. സിനിമാറ്റോഗ്രഫി എല്ലാം അടിപൊളിയാണ്. ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി സൂപ്പർ. ലാസ്റ്റത്തെ ഫൈറ്റ് സീൻ എല്ലാം സൗണ്ട് ട്രാക്കും അത്യാവശ്യം കിളിയായിരുന്നു. ഫൈറ്റ് സീൻ അടിപൊളിയാണ്. നമുക്ക് ഫീൽ ചെയ്യും കറക്റ്റ് ആ ഒരു ഇമ്പാക്റ്റും എല്ലാം. അതിൻ്റെ വീഡിയോ എടുത്തേക്കുന്നതെല്ലാം ഷൂട്ട് ചെയ്തേക്കുന്നതെല്ലാം അടിപൊളിയാണ്.